യെസ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പത്രവാർത്തകൾ കൂടി പരിശോധിച്ചാലോ, കാരണം ഒരുപാട് വാർത്തകളൊക്കെ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ നോക്കാം പത്രങ്ങളൊക്കെ ഓരോ വാർത്തകൾ എങ്ങനെയൊക്കെയാണ് ഇന്ന് പത്രങ്ങളിലെ വാർത്തകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രസ് സ്റ്റോപ്പിലേക്ക്. പ്രസ് സ്റ്റോപ്പുമായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഉണ്ട് എനിക്കൊപ്പം. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. നോക്കാം തീർച്ചയായും ഒരുപാട് വാർത്തകളുണ്ട് സേതു പറഞ്ഞതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ പക്ഷേ ആദ്യം പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. 1986 നടത്തിയൊരു കൊലപാതകത്തെക്കുറിച്ച് പോലീസിന് മൊഴി നൽകിയ മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി. അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അദ്ദേഹത്തിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്നലെ മനോരമ ദിനപത്രം അവരുടെ ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകിയിരുന്നു. സ്വാഭാവികമായും ഒരു കൊലപാതകം ഞാൻ നടത്തിയെന്ന് ഞാൻ വെളിപ്പെടുത്തുന്നു. അതിനുശേഷം അടുത്ത ദിവസം ഞാൻ മറ്റൊരു കൊലപാതകം കൂടി നടത്തുന്ന വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ മനോരമ ഇത് രണ്ടാം ദിവസവും അവർക്ക് വലിയ വാർത്തയായി നൽകാൻ കഴിയുന്നു, അവരുടെ വലിയ വാർത്തയായി നൽകാൻ കഴിയുന്നു. മറ്റാർക്കും ആ വാർത്ത ആ രൂപത്തിൽ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ വാർത്ത എടുത്താണ് നമ്മൾ ആദ്യം പോകുന്നത്. മുഹമ്മദ് അലി മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളത് പോലീസിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയാണ്. കോഴിക്കോട് പോലീസ് ശരിക്കും പൊട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൊലപാതകം 1 അല്ല 2 എന്നാണ് മനോരമയുടെ ഹെഡിങ്. 1986 കോഴിക്കോട് കൂടരഞ്ഞി 20കാരനായ അജ്ഞാത യുവാവ് കൊല്ലപ്പെട്ടു. 89 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ അജ്ഞാത യുവാവ് കൊല്ലപ്പെട്ടു എന്നാണ് രണ്ടാമത്തെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വെളിപ്പെടുത്തൽ വരുന്നത് 1989 ഒരാളെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് മുഹമ്മദ് അലി പറയുന്നത്. മുഹമ്മദ് അലിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, അത് ആൻ്റണി എന്നുള്ളതാണ്. എന്തായാലും പേരുകളിലൊക്കെ വലിയ അവ്യക്തത, വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടരഞ്ഞിയിലെ സംഭവത്തിന് ശേഷം കോഴിക്കോട്ട് വന്ന് ഹോട്ടലിലും മറ്റും ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ആൻ്റണി എന്നായിരുന്നു പേര്. ഒരാൾ പണം തട്ടിപ്പറിച്ചു. അയാൾ വെള്ളയിൽ ബീച്ച് പരിസരത്ത് ഉള്ളതായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഹൃത്ത് കഞ്ചാവ് ബാബു പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് ഇക്കാര്യം ചോദിച്ചോടെ തർക്കമായി. ബാബു അവന് തല്ലി താഴെയിട്ടു, മണ്ണിലേക്ക് മുഖം പൂഴ്ത്തി പിടിച്ചു, ഞാൻ കാലിൽ പിടിച്ചു. എന്തായാലും ബാബുവിനെ പിന്നീട് കണ്ടിട്ടില്ല. മരിച്ച ആരെന്നറിയില്ല, കൊലപ്പെടുത്തി ആരെയാണെന്ന് അറിയില്ല. 1989 സെപ്റ്റംബർ 25 മനോരമയിൽ വന്ന വാർത്ത മുഹമ്മദ് അലിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്നതാണ്. ആ വാർത്തയും കടപ്പുറത്ത് അജ്ഞാതജനം എന്ന വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് പോലീസിനെ വല്ലാതെ ചുറ്റിക്കുന്നൊരു വാർത്തയാണിത്. വലിയ രൂപത്തിൽ ഇദ്ദേഹം ഒരു കൊലപാതകം നടത്തി 1986. ആ കൊലപാതകം നമ്മൾ വാർത്ത വായിച്ചതാണ്. 1986 14-ാം വയസ്സിൽ കൂടരഞ്ഞിയിൽ ഒരാളെ വെള്ളത്തിലേക്ക് ചവിട്ടിയിട്ട് കൊന്നതായി കഴിഞ്ഞ മാസം 5-നാണ് മലപ്പുറം വേങ്ങര സ്റ്റേഷനിൽ ഹാജരായി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയത്. ഇത് സ്ഥിരീകരിച്ച തിരുവമ്പാടി പോലീസ് കൊല നടന്ന സ്ഥലവും രീതിയുമെല്ലാം കണ്ടെത്തിയെങ്കിലും മരിച്ച ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ 2 കേസിലും സമാനമായ അവസ്ഥയാണ്. കൊല നടന്ന രീതി, കൊലപാതകം ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. വർഷം ഇത്ര പഴകിയെങ്കിൽ പോലും ഏതാണ്ട് 38 വർഷം 39 വർഷം പഴക്കമുണ്ട്, 36 വർഷം പഴക്കമുണ്ട് രണ്ടാമത്തെ കേസിന്. എങ്കിൽ പോലും ഇത് കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്നും ഒരുപക്ഷെ അന്ന് നന്നായി അന്വേഷിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. ഇപ്പോഴും കൊല്ലപ്പെട്ടവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുത. കൊലപാതകങ്ങൾ ചെയ്തെന്ന് അവകാശപ്പെടുന്ന ആൾ മുന്നിലുണ്ട്, പക്ഷേ കൊല്ലപ്പെട്ടവരെ അറിയില്ലെന്നാണ് അയാൾ പറയുന്നത്. അതും ഒരു കൗതുകമാണ്. കൊല്ലപ്പെട്ടവർ ആരെന്നറിയാതെയാണ് ഈ കൊലപാതകം 2 നടത്തിയതായി മുഹമ്മദ് അലി പോലീസിനോട് പറയുന്നത്. രേഖകളിലും പത്രവാർത്തകളിലും 2 അജ്ഞാത മൃതദേഹങ്ങൾ തന്നെയാണ്. സംഭവങ്ങൾ നടന്നിട്ട് 39 വർഷവും 36 വർഷവും പിന്നിടുന്നു. 2 കൊലപാതകം നടത്തിയിരിക്കുന്ന ഒരാൾ, ഒന്ന് 14-ാം വയസ്സിലാണ്, അത് പിന്നീട് അതിന് ശേഷവും. അങ്ങനെ വളരെ കൗതുകം മാത്രമല്ല, അതിനകത്ത് വല്ലാത്തൊരു ജിജ്ഞാസ കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് വേണം കാണാൻ. ആ വാർത്ത ഒരുപക്ഷെ മനോരമയ്ക്ക് മാത്രമാണ് ആ വാർത്ത വലുതായി നൽകാൻ കഴിയുന്നത്. അവരുടെ കയ്യിൽ മാത്രമേ ആ വാർത്തയുള്ളൂ. ന്യൂസ് മലയാളം ഇന്നലെയും ആ വാർത്ത നൽകിയിട്ടുണ്ട്. ആ വാർത്തയുടെ ഫോളോ അപ്പ്. പക്ഷേ പോലീസിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നൊരു വാർത്തയായിട്ട് വേണം ഇതിനെ കാണാൻ. ഇനി നമ്മുടെ ദൈനംദിന വാർത്തകളിലേക്ക് കടക്കുന്നു. സ്വാഭാവികമായും ദൈനംദിന വാർത്തയിൽ ഏറ്റവും പ്രധാനം ഇന്നലെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ബിന്ദുവിൻ്റെ മൃതദേഹം ഇന്നലെ സംസ്കരിച്ചു. ആ വാർത്തയിലേക്ക് വേഗം പോകുന്നു. മാതൃഭൂമിയിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിക്കുന്നു. അതിലെ മാതൃഭൂമിയുടെ ഹെഡിങ് ആണ് അതിൽ ഒരുപക്ഷെ നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നത്. ചിത എരിഞ്ഞ ശേഷം രക്ഷാപ്രവർത്തനമെന്നാണ് മാതൃഭൂമി ഒന്നാം പേജിലെ വലിയ വാർത്ത. അത് കാരണം സ്വാഭാവികമായും നമുക്കറിയാം, ഇന്നലെ ചിത എരിഞ്ഞു. അത് ഒരുപക്ഷെ മലയാളിയെ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്ന വലിയ വാർത്ത, വലിയ സംഭവം. ആ കുട്ടികളുടെ കരച്ചിൽ ഇപ്പോഴും മാറുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് ആദ്യ ദിവസമായിരുന്നു, അപകടം നടന്നപ്പോഴായിരുന്നു. അപ്പോൾ നടന്നില്ല. രക്ഷാപ്രവർത്തനമെന്ന് മാതൃഭൂമി ഉദ്ദേശിക്കുന്നത്
സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള രക്ഷാപ്രവർത്തനമാണ്. അത് സർക്കാരിനെ രക്ഷിക്കലാണ് എന്ന് വാർത്ത വായിച്ചാൽ മനസ്സിലാകും. ആ രൂപത്തിലാണ് മാതൃഭൂമി ഒന്നാം പേര് വാർത്ത നൽകിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജ് അപകടം 1.5 ദിവസത്തിന് ശേഷം സംസ്കാരവും കഴിഞ്ഞ് ആശ്വാസ വാക്കുകളുമായി സർക്കാർ. മക്കളുടെ ചികിത്സ ഏറ്റെടുക്കും, മകന് ജോലി നൽകും. ഇത് സർക്കാരിൻ്റെ രക്ഷാപ്രവർത്തനമാണ് എന്ന് വേണം കാണാൻ. ആ 2 കുട്ടികളുടെയും ഒരുപക്ഷെ ഈ ബിന്ദു ആശുപത്രിയിൽ നിന്നത് അവരുടെ മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. നവമി, ആ കുട്ടിയും ആ കുട്ടിയുടെ സഹോദരൻ, അവർ രണ്ടുപേരും ഒപ്പം നിൽക്കുന്നു. നവനീത് ഒപ്പം നിൽക്കുന്നു. മുത്തശ്ശിയെ കൂടി ചേർത്ത് പിടിച്ച് കരയുന്നൊരു ദൃശ്യം കൂടി മാതൃഭൂമി ഒന്നാം പേജിൽ വലുതായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. അതൊരു വലിയ വാർത്തയായി നമ്മളെ വല്ലാതെ ബാധിക്കുന്ന വാർത്ത തന്നെയാണ്. ഉൾപേജിൽ മാതൃഭൂമി വളരെ വിശദമായി 7-ാം പേജിൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ അതിലേക്ക് കൂടി വേഗം പോകാം. അതിലേറ്റവും പ്രധാനം ഇന്നലെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി.കെ. ജയകുമാർ ഡോക്ടറെ നമ്മളറിയും. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ് അദ്ദേഹത്തിന് അതിൽ മറുപടി പറയേണ്ടി വരുന്നത് നമുക്കും വേദനാജനകമാണ്. പക്ഷേ അദ്ദേഹത്തിനും അതിൽ ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. ഉത്തരവാദിത്വം എനിക്ക്, പദവികളിൽ മോഹമില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സ്വാഭാവികമായും മന്ത്രിമാർ വന്നിട്ടും രക്ഷാപ്രവർത്തനം വൈകിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൽ വലിയ വിവാദമായി. ഉപയോഗിക്കാത്ത ശൗചാലയമായതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് മന്ത്രിമാരായ വീണ ജോർജും വാസവനും വ്യാഴാഴ്ച രാവിലെ 11:15 പറഞ്ഞത്. ഇത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചു എന്നാണ് ആക്ഷേപം. അതെല്ലാം ശരിയാണ്. പിന്നീട് 1 മണിയോടെ ബിന്ദുവിന് മൃതദേഹം കിട്ടി. മന്ത്രിമാർ അഭിപ്രായ പ്രകടനം നടത്തിയത് തൻ്റെ വാക്കു കേട്ടാണെന്നാണ് ഈ ഡോക്ടർ ടി.കെ. ജയകുമാർ പറയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വന്ന് പറഞ്ഞതോടുകൂടി തന്നെ മന്ത്രിയെ സംരക്ഷിക്കാൻ CPM-ന് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം. ആ രൂപത്തിലാണ് വാർത്തകൾ പോകുകയും ചെയ്യുന്നത്. ഞാൻ മാതൃഭൂമിയിലേക്ക് കൂടി പോകാം വേഗം. ബിന്ദുവിൻ്റെ മരണം കുടുംബത്തെ ആശ്വസിപ്പിച്ച് മന്ത്രിമാർ. മാതൃഭൂമി പറഞ്ഞ രക്ഷാപ്രവർത്തനമാണ് കുടുംബത്തെ ആശ്വസിപ്പിച്ച് മന്ത്രിമാർ എന്ന രൂപത്തിൽ മനോരമ നൽകുന്നത്. അനുനയ നീക്കമെന്നാണ് മനോരമയുടെ 9-ാം പേജിലെ ഹെഡിങ്. മന്ത്രിമാർക്ക് കവചമൊരുക്കി MV ഗോവിന്ദൻ. മുൻകാലങ്ങളിലെ മികവ് ചൂണ്ടിക്കാട്ടി മുൻ ആരോഗ്യ ഡയറക്ടർ. അതൊക്കെ ചില സൂചനകളായിട്ട് വേണം കാണാൻ. ആശുപത്രി വികസനം ഫണ്ട് പെട്ടെന്ന് കിട്ടാൻ നടപടി ലഘൂകരിക്കണം എന്നൊക്കെ മന്ത്രി വാസവൻ ഇന്നലെ 2 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടത്. അതിനുശേഷം വൈകിട്ട് ആ കുടുംബത്തിൽ പോയിരുന്നു. ഇനി നമുക്ക് മറ്റ് പത്രങ്ങളിലേക്ക് വേഗം ഒന്നുകൂടി പോയി വരാം. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. കണ്ണീർ ബിന്ദുവായി എന്നാണ് വീക്ഷണം പറയുന്നത്. നെഞ്ചുലഞ്ഞ് ബിന്ദുവിന് നാടിൻ്റെ യാത്രാമൊഴി എന്ന് വീക്ഷണം. സ്വാഭാവികമായും അതൊരു വീക്ഷണത്തെ സംബന്ധിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിയുന്ന വലിയ അവസരമാണത്. വീണ്ടും നിപ എന്ന് കൂടി പറയുന്നത്. നിപ കൂടി വരുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യവകുപ്പിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്നതാണ്. കേരള കൗമുദി പറയുന്നുണ്ട്, നിലം പൊത്താൻ ഇനിയുമേറെ അപകടനിലയിൽ ആശുപത്രികൾ. അത് സ്വാഭാവികമാണ്. കാരണം ഈ അപകടത്തിൻ്റെ തുടർച്ചയെന്നോണം കേരളത്തിലെ ആശുപത്രികൾ, ആരോഗ്യ സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം വലിയ വാർത്തകൾ വന്നിരുന്നു. കേരള കൗമുദി ഒരു പടി കൂടി കടന്നൊരു അന്വേഷണം നടത്തുന്നു. ആശുപത്രികൾ എത്രയുണ്ട് നിലം പൊത്താൻ എന്ന് അന്വേഷണം നടത്തുന്നു. പുതിയത് പണിതു, പക്ഷേ പൊളിക്കാത്തവ പഴയത്. അതായത് ഈ വാർത്തയിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും ചൂണ്ടിക്കാണിച്ചു പോയത് നിരവധി പുതിയ ആശുപത്രി കെട്ടിടങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കെട്ടിടം ഉയർന്നു പോകുന്നുണ്ട്. കിഫ്ബിയിൽ ഒരുപാട് ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ പഴയത് പലതും പൊളിക്കുന്നില്ല. ആ പൊളിക്കാൻ പൈസയില്ല എന്നുള്ളതാണ് വസ്തുത. അതിലേക്കാണ് ശരിക്കും ചൂണ്ടിക്കാണിക്കേണ്ടത്. അത് കേരള മോദി എന്ന് പറയുന്നുണ്ട്. സുരക്ഷാ പദ്ധതി നടപ്പാക്കാൻ ആലോചന മാത്രമേ ഉള്ളൂ. സുരക്ഷാ പദ്ധതി ഇതുവരെ നടപ്പാക്കിയില്ല. പഴയത് പലതും പൊളിച്ചിട്ടില്ല. കണ്ണീരോർമ്മയായി ബിന്ദു എന്നുകൂടി കേരള മോദി പറയുന്നുണ്ട്. മാധ്യമം പറയുന്നത് പ്രതിഷേധം, പ്രതിരോധം. അത് നേരത്തെ നമ്മൾ മാതൃഭൂമിയുടെ വാർത്ത പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനം പോലെയാണ്. പ്രതിഷേധം നാടെങ്ങും പ്രതിഷേധം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതിൽ പ്രതിരോധവുമുണ്ട്. പ്രതിരോധം CPM ഒന്നിച്ചൊറ്റക്കെട്ടായി മുഖ്യമന്ത്രി മുതൽ താഴോട്ട് എല്ലാവരും മന്ത്രി വീണ ജോർജിനെ സംരക്ഷിച്ച് നിർത്താൻ ഉള്ള പ്രതിരോധം തീർക്കുന്നുണ്ട്. അത് മാധ്യമം ഒന്നാം പേര് വലിയ വാർത്തയായിരിക്കും. ദുഃഖബിന്ദു എന്നാണ് ബിന്ദുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ളത്. ദീപിക ഒരുപക്ഷെ പറയുന്നത് 12 വർഷം മുമ്പേ അൺഫിറ്റ് എന്ന് പറയുന്നു. ഈ കെട്ടിടത്തെക്കുറിച്ചാണ്. തകർന്ന കെട്ടിടം 12 വർഷം മുമ്പേ അൺഫിറ്റായി എന്ന് പറയുന്നു. മംഗളം പറയുന്നത് രക്ഷാപ്രവർത്തനവുമായി CPM വീണയെ കൈവിടില്ല എന്നാണ് മംഗളം. അതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എല്ലാ പത്രങ്ങളും സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ സർക്കാർ അത് ഏറ്റുവാങ്ങുന്നുമുണ്ട് എന്ന് വേണം കാണാൻ. അങ്ങനെ ഏറ്റുവാങ്ങുമ്പോൾ സ്വാഭാവികമായും ജന്മഭൂമിയും പറയുന്നുണ്ട്, ചികിത്സ തേടി വന്ന അന്ത്യയാത്ര. ചികിത്സയ്ക്കായി ജന്മഭൂമി അതിനെ ഒരു പടി കടന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നതിനെ കൂടി അതിൽ കാണിക്കുന്നുണ്ട്. ഇടത് ഭാഗത്ത് ചികിത്സ തേടി വന്ന അന്ത്യയാത്ര എന്ന് ജന്മഭൂമി പറയുന്നു. ആ വാർത്ത ബിന്ദുവിനെ കുറിച്ചാണ്. അപ്പുറത്ത് വലത് ഭാഗത്ത് ചികിത്സയ്ക്കായി US യാത്ര എന്നുകൂടി പറയുന്നുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ്. എന്തായാലും അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേശാഭിമാനി സ്വാഭാവികമായും അവരുടെ 6-ാം പേജിൽ എഡിറ്റോറിയൽ മുഖപ്രസംഗം എഴുതുന്നു. മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഉപയോഗശൂന്യമായ പഴയ ശുചിമുറി കെട്ടിടം തകർന്നു വീണ് വൈക്കം തലവലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന 54-കാരിയുടെ അതിദാരുണ മരണം നാടിനെ തീരാ നോവായി. അങ്ങനെ പറഞ്ഞു പോയിട്ട് കോട്ടയം സംഭവത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തെല്ലാം നെറുകെട്ട ആക്ഷേപങ്ങളാണ് നിരത്തുന്നത്. ഈ പറഞ്ഞ എല്ലാ വാർത്തകളെയും
ഒന്നാകെ തള്ളുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത്. അതായത് മനോരമയും മാതൃഭൂമിയും നമ്മൾ പറഞ്ഞ മന്ത്രിയെ സംരക്ഷിക്കാനുമുള്ള ശ്രമം CPM നടത്തുന്ന കാര്യങ്ങൾ, ഇപ്പം കെട്ടിടങ്ങൾ തകർന്നു വീഴുന്ന അവസ്ഥ, 12 വർഷം മുമ്പേ അൺഫിറ്റ് ആയിരുന്നു ആ കെട്ടിടം എന്ന കാര്യം എന്നതടക്കം കേരളകൗമുദിയുടെ ഒന്നാം പേജിലെ വാർത്ത അടക്കം അതിനെല്ലാം തള്ളുകയാണ്. കേരളകൗമുദി വാർത്ത നിലംപൊത്താൻ ഇനിയും ഏറെ അപകട നിലയിൽ ആശുപത്രികളുണ്ട്. ഏതാണ്ട് 1280 കെട്ടിടങ്ങൾ ഉണ്ട്. അതിൽ പലതും പൊളിക്കാനുള്ളതാണ് എന്ന് കേരളകൗമുദി കണക്ക് സഹിതം പറയുമ്പോൾ ദേശാഭിമാനി പറയുന്നത് കോട്ടയം സംഭവത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തെല്ലാം നെറുകെട്ട ആക്ഷേപങ്ങളാണ് നിർത്തുന്നത്. രക്ഷാപ്രവർത്തനം വൈകി, അവശിഷ്ടങ്ങളുടെ ആരുമില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞാണ് മരണകാരണം എന്നിങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ എറിഞ്ഞു കൊടുക്കുന്ന വാർത്തകൾ ഏറ്റെടുത്ത് സമരം നടത്താനും വഴി സ്തംഭിപ്പിക്കാനും ആംബുലൻസ് തടയാനും കോൺഗ്രസിൻ്റെ മുൻ മന്ത്രിയും MLA മാരും അടക്കം രംഗത്ത് വന്നടക്കം മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം എന്നാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ ഈ വാർത്തകളെല്ലാം ദേശാഭിമാനി തള്ളിക്കളയുന്നു എന്ന് വേണം കാണാൻ. കോടികൾ നിക്ഷേപമുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ അച്ചാരം വാങ്ങിയല്ലാതെ സർക്കാർ ആശുപത്രികൾക്ക് ഇങ്ങനൊരു വാർത്ത എഴുതാനാകില്ല എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുകയാണ്. അതായത് ഞാൻ ഒന്നുകൂടി വായിക്കാം. കോടികൾ നിക്ഷേപമുള്ള പഞ്ചനക്ഷത്ര ആശുപത്രികളുടെ അച്ചാരം വാങ്ങിയല്ലാതെ സർക്കാർ ആശുപത്രികൾക്കെതിരെ ഇങ്ങനൊരു വാർത്ത എഴുതാനാകില്ല എന്നുകൂടി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നു. നിശ്ചിതമായ വിമർശനമാണ് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമെതിരെ ദേശാഭിമാനി ഉയർത്തുന്നത്. ഈ എല്ലാ പത്രങ്ങളുടെയും വാർത്തകളെ അപ്പാടെ തള്ളുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത്. എന്തായാലും സംഗതി വലിയ രൂപത്തിൽ പ്രതിഷേധമായി. ഇന്നും പ്രതിഷേധമുണ്ടാകും. സർക്കാരിനെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധം ഉണ്ടാകുന്ന കാര്യം ഉറപ്പുമാണ്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക്, ഭാരതാംബ ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നവരും പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തുകയാണ്. രാജ്ഭവനിൽ ഭാരതാംബ കാവിക്കൊടി ഏന്തി ഭാരതാംബയുടെ ചിത്രം വെച്ചു. മന്ത്രി പ്രസാദ് ഇറങ്ങിപ്പോയി. പിന്നെ ശിവൻകുട്ടി അതിൽ പ്രതിഷേധിച്ചു. അതിനുശേഷം സെനറ്റ് ഹാളിൽ മറ്റൊരു പ്രോഗ്രാം വന്നു. ആ പ്രോഗ്രാം പ്രശ്നമായി. ആ പ്രോഗ്രാമാണിപ്പോൾ വലിയ മറ്റൊരു വാർത്താ തലത്തിലേക്ക് പോകുന്നത്. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത് ചർച്ചയാകുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇതുമായി ഗവർണറുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഗവർണറെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള അദ്ദേഹത്തിനെതിരെയുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അതിനെതിരെ അദ്ദേഹം കോടതിയിൽ പോയപ്പോൾ സ്വാഭാവികമായി ഇന്നലെ ഹൈക്കോടതി പറഞ്ഞ 1-2 കാര്യങ്ങൾ. അത് ജന്മഭൂമിയിൽ തുടങ്ങാം. രജിസ്ട്രാർക്ക് തിരിച്ചടി, സസ്പെൻഷൻ റദ്ദാക്കിയില്ല. ഭാരതമാതാവിനെ പതാക ഏന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് നിർഭാഗ്യകരം എന്നാണ് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത്. VCക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലെന്ന വാദം അംഗീകരിച്ചില്ല. എന്തായാലും വലിയ വാർത്തയാണ്. ഹൈക്കോടതി ഇതിൽ ഇടപെട്ട സ്ഥിതിക്ക് സ്വാഭാവികമായും ഭാരതാംബ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ അത് സ്ത്രീയാണ് എന്ന് വിശേഷിപ്പിക്കുന്നത് നിർഭാഗ്യകരമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ വിശേഷിപ്പിച്ചത് മുഴുവൻ പിൻവലിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഭാരതമാതാവിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല എന്ന രൂപത്തിലാണ് ഹൈക്കോടതി കാര്യങ്ങൾ പറയുന്നത്. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നും ഹൈക്കോടതി ചോദിച്ചു. മതചിഹ്നമായതുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ വെക്കണ്ട എന്ന് തീരുമാനിച്ചതെന്നാണ് രജിസ്ട്രാർ കോടതിയിൽ പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും രജിസ്ട്രാർ അക്കാര്യത്തിൽ പ്രതിരോധത്തിലാവും. ഹൈക്കോടതി പറഞ്ഞു ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നാണ്. അപ്പോൾ ഭാരതാംബ മതചിഹ്നമല്ല, പതാക ഏന്തിയ സ്ത്രീ എന്ന് ഹർജിക്കാർ വിശേഷിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്നും അതെങ്ങനെ മതചിഹ്നമാകുമെന്നും ജസ്റ്റിസ് N നഗരേഷ് പരാമർശിച്ചു. അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് ആ വിമർശനം നടത്തിയിട്ടുള്ളതെന്ന് വേണം കാണാൻ. എന്തായാലും അത് വലിയ വാർത്തയെ തന്നെ എല്ലാവരും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി നൽകിയത് ഭാരതാംബയുടെ ചിത്രം എങ്ങനെ മതചിഹ്നമാകും, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിക്ക് സ്റ്റേ ഇല്ല എന്നുകൂടി പറയുന്നു. വലിയൊരു ചോദ്യമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. ഇത് ഒരുപക്ഷെ എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രധാന വാർത്തയാക്കി നൽകിയിട്ടുള്ളത് ജന്മഭൂമിയും മെട്രോ വാർത്തയുമാണ്. ഭാരതമാതാവിനെ പതാക ഏന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ച് നിർഭാഗ്യകരമെന്ന് മെട്രോ വാർത്തയും പറയുന്നുണ്ട്. എന്തായാലും മറ്റ് പത്രങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മളുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് വിശദമായി പറയാൻ ശ്രമിക്കുമ്പോൾ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയെ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് ദൗർഭാഗ്യകരമെന്നും അതെങ്ങനെ മതചിഹ്നമാകുമെന്നാണ് കോടതി ചോദിച്ച വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയാക്കി നൽകിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി, ഗവർണർ സ്വാഭാവികമായും ഇതിൻ്റെ തുടർച്ചയാണ്. സർക്കാർ ഇതിൽ വലിയ രൂപത്തിൽ മറ്റൊരു തരത്തിൽ ഇതിനെ കൊണ്ടുപോകുന്നുണ്ട്. ഗവർണർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു. അത് നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗവർണറുടെ അധികാരവും കടമകളും പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ബില്ലുകൾ പിടിച്ചു വെച്ചതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഗവർണർക്കേറ്റ തിരിച്ചടിയുടെ പാഠഭാഗമുണ്ട്. കേരളത്തിലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് പക്ഷേ പരാമർശിച്ചിട്ടില്ല. പക്ഷേ പഠന പ്രവർത്തനം നൽകി സംസ്ഥാനത്തെ സാഹചര്യം വിദ്യാർത്ഥികളോട് വിശദീകരിക്കുന്ന രീതിയിലാണ് പാഠഭാഗം. 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിൻ്റെ 2ാം വാല്യത്തിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായത്തിലാണ് നമ്മളുടെ കുട്ടികൾ എന്തെല്ലാം പഠിക്കേണ്ടി വരുമെന്നാണ് ഇനി അറിയേണ്ടത്. കാരണം സർക്കാരും ഗവർണറും തമ്മിൽ പോര് നടക്കുമ്പോൾ ആ പോര് കുട്ടികൾ കൂടി പഠിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അത് സിലബസിൽ ഉൾപ്പെടുത്തിയ വാർത്തയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ വലിയ വാർത്തയെ നൽകിയിട്ടുള്ളത് എന്ന് വേണം കാണാൻ. എന്തായാലും അത് മനോരമയും ഉൾപ്പേജിൽ നൽകിയിട്ടുണ്ട്. ഇനിയും ഇത് തുടരും. ഭാരതാംബ വിവാദം ഇനി ഒരുപക്ഷെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലെ വളരെ വലുതായി തന്നെ തുടരുമെന്ന് ഉറപ്പാണ്. അതിന് ഒരുപാട് തലങ്ങളിലേക്ക് കടന്നുപോയി. അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെയും കടന്നുപോയി. ഇനിയും ഒരുപാട് വാർത്തകൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ വേഗം അവസാനിപ്പിക്കുന്നു.